ശ്രീ ജേക്ക് സി തോമസ്, സ്വാഗതം. ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. മധുര ചുവന്നു കഴിഞ്ഞു. ആദ്യം ചോദിക്കട്ടെ. കേരളത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു പ്രചരണ രീതിയും മറ്റു കാര്യങ്ങളുമൊന്നും അല്ല സ്വാഭാവികമായും തമിഴ്നാടിനുണ്ടാവുക. എനിക്ക് തോന്നുന്നു അങ്ങയുടെ ന്യൂസ് റിപ്പോർട്ടർമാർ തന്നെ ഇതിനോടകം പാർട്ടി കോൺഗ്രസ് സംബന്ധമായി സമഗ്രമായ കവറേജ് റിപ്പോർട്ടിംഗ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി എന്നേക്കാൾ കൂടുതൽ ഹൃദയസ്ഥമായിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വ്യത്യസ്ത സ്വഭാവത്തോടു കൂടെയുള്ള തമിഴ്നാടിൻ്റെ സാംസ്കാരിക തനിമയെ വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രചരണങ്ങളും പ്രചരണോപാധികളും ഇപ്പോൾ ഒരുപക്ഷെ ക്യാമറയുടെ അല്പം പുറകിലേക്ക് തിരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. വിവിധ കലാരൂപങ്ങളുടെ പ്രകടനങ്ങൾ, ഇതൊക്കെ തമുക്കം കൺവെൻഷൻ സെൻറ്ററിന് സമീപമുള്ള പ്രതിനിധി സമ്മേളന ഹാളിന് പുറത്ത് ആദരണീയനായ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ എൻ റാം ഉദ്ഘാടനം ചെയ്ത എക്സിബിഷൻ സെൻറ്ററിന് സമീപത്തായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള നമ്മളിൽ പലർക്കും പുതുമയുള്ളതും വ്യത്യസ്തമായതുമായ ഒരു സമ്മേളന അന്തരീക്ഷമാണ് 24-ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ഐതിഹ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മധുര നമുക്ക് സമ്മാനിക്കുന്നത്. ജയ്ക്ക് നേരിട്ടൊരു കാര്യം ചോദിക്കട്ടെ. EMSന് ശേഷം കേരളത്തിൽ നിന്ന്, പാർട്ടി ഏറ്റവും ശക്തമായ കേരളത്തിൽ നിന്നൊരു ജനറൽ സെക്രട്ടറി, മലയാളിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി വന്നിട്ടില്ല. അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി വരുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യമാണ്. അതിന് ജയിക്കിന് കൃത്യമായി മറുപടി പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാം. പക്ഷേ അത് ആഗ്രഹിക്കുന്നില്ലേ കേരളത്തിലെ സഖാക്കൾ? അത്തരം ഒരു ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ CPIMന്റെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ കേഡർമാരോട് ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായ ഒരു ചോദ്യമാണത്. ആരും ജനറൽ സെക്രട്ടറി ആകും എന്നുള്ളതല്ല. മലയാളിയാണെങ്കിലും ശരി, ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരാണെങ്കിലും ശരി, ജനറൽ സെക്രട്ടറി ആരായാലും അവർ നടപ്പിലാക്കുന്ന പാർട്ടിയുടെ സമുന്നതമായ നയങ്ങളുടെ രൂപീകരണ വേദിയാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. CPIMന്റെ ഏറ്റവും ഉന്നതമായ ഘടകമാണ് CPIMന്റെ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. അങ്ങയുടെ നിർബന്ധമായും അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും 23-ാമത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിലും അതിന് പുറകിൽ ഹൈദരാബാദിലും ഒക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഓരോ പാർട്ടി കോൺഗ്രസുകളും എടുത്ത തീരുമാനം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗതിവിഗതികളെ സ്വാധീനിക്കാൻ പര്യാപ്തമായതായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയും. 23-ാമത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ഒത്തുചേരുമ്പോൾ ഭരണം നഷ്ടപ്പെട്ട ബംഗാളിലും ത്രിപുരയിലും തിരികെ ഭരണത്തിലേക്ക് വരിക, അല്ലെങ്കിൽ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ, പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, അതേ ആയിരുന്നില്ല ഒന്നാമത്തെ തീരുമാനം. കലുഷിതമായിരുന്ന 2024 പുറകിൽ 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചെല്ലുമ്പോൾ CPIMന്റെ ഒന്നാമത്തെ തീരുമാനം ഇന്ത്യൻ വർഗീയതയെ പരാജയപ്പെടുത്താൻ ഏത് മതനിരപേക്ഷ ചേരിയുമായും സംസ്ഥാന അടിസ്ഥാനത്തിൽ യൂണിറ്റുകളെ ഘടകങ്ങളായി കണ്ടുകൊണ്ട് മുന്നണി രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ കൂട്ടായ്മയുടെ ബീജാപാപത്തെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ പ്രായോഗിക അനുഭവം പ്രഖ്യാപിക്കപ്പെട്ടത് 23-ാമത് CPIMന്റെ പാർട്ടി കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ ഒത്തുചേർന്നപ്പോഴാണ്. 24-ാം പാർട്ടി കോൺഗ്രസ് ഒത്തുചേരുമ്പോഴും കുനാൽ കുമ്പ്ര മുതൽ നമ്മുടെ നാട്ടിൽ എമ്പുരാൻ വരെ വേട്ടയാടപ്പെടുന്ന ഇന്ത്യൻ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. വർഗീയതയും മനുഷ്യത്വ വിരുദ്ധതയും ഒരേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെതിരെ എങ്ങനെ യോജിച്ച പോരാട്ടം സാധ്യമാക്കാം? ഇതിനെതിരെ അമേരിക്കയുടെ ദാസ്യവേലക്കാരായി ഇന്ത്യയെ മാറ്റി തീർക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെയും ലോക സാഹചര്യങ്ങളെ ഉൾപ്പെടെ വിലയിരുത്തും CPIMന്റെ ഈ ഏറ്റവും വലിയ സമ്മേളന വേദിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളാണ് എൻ്റെ പക്കലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, പിണറായി വിജയന് ഒരു പ്രായപരിധിയിൽ ഇളവ് നൽകാൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ഇളവ് നൽകുമെന്ന കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കൂടുതൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ പോളിറ്റ് ബ്യൂറോയിലെല്ലാം കൂടുതൽ ആളുകൾ ഈ പ്രായപരിധിയിൽ തട്ടി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു മുതിർന്ന നേതൃത്വം, സ്വാഭാവികമായും പുതിയ നേതൃത്വം വരേണ്ടതുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മുതിർന്ന നേതൃത്വത്തെ നിലനിർത്തുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഫേസ് ആയിട്ടുള്ള നേതാക്കളാണല്ലോ എല്ലാവരും. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നില്ല ഈ പാർട്ടി കോൺഗ്രസ്? ഇല്ല, യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു ഘടകത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നതോടെ അവസാനിപ്പിക്കുന്ന ഒന്നല്ല ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം, സവിശേഷകരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മളുടെ മുമ്പിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുമൊക്കെ ഒഴിവായി നിൽക്കുന്ന സഖാക്കൾ എത്രയോ പേർ ഇപ്പോഴും ദൈനംദിനം 7 ദിവസവും 24 മണിക്കൂറും എന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലെ പ്രാതിനിധ്യം വേണ്ടതില്ല. CPIMകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലും രാഷ്ട്രീയ പ്രവർത്തനത്തെ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കുവാൻ. അങ്ങ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അതായത് പുതുമുഖങ്ങളും യുവതലമുറയുടെ പ്രതീകവും പരിച്ഛേദവും എല്ലായ്പ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങളിൽ ഉണ്ടാകണം. അതോടൊപ്പം ഒരായുഷ്കാലം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും അനുഭവ സമ്പത്ത്, ഇത് രണ്ടുകൂടെ സമഞ്ജസമായി കണ്ടുചേരുമ്പോഴാണ് അനുഭവ സമ്പത്തുള്ളവരുടെ അനുഭവവും അതോടൊപ്പം യുവത്വത്തിൻ്റെ ചോരത്തിളപ്പും അതിൻ്റെ എല്ലാ തനിമയും
സ്പാർക്കുമുള്ള നേതൃത്വം ഒത്തുചേരുമ്പോഴാണ്, സമഞ്ജസമായി ഒത്തുചേരുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതായി മാറുന്നത്. നിശ്ചയമായും 24-ാം പാർട്ടി കോൺഗ്രസ് അക്കാര്യത്തിൽ ചരിത്രത്തിലെ ഒരു പുതിയ ദിശാബോധം CPIM നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. വളരെ നന്ദി ശ്രീ ജെയ്സി തോമസ്. ആ വിധത്തിൽ ഉള്ള ഒരു തീരുമാനം എന്താണ് പാർട്ടി കോൺഗ്രസിലൂടെ പുറത്തു വരുന്ന തീരുമാനം എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയ നയപരിപാടികളുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നെ ആരൊക്കെ പുതിയ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും, ആരെല്ലാം നിലനിർത്തും, ആരെല്ലാം പടിയിറങ്ങും എന്നുള്ളത് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നങ്ങളിൽ ഒന്നായി തന്നെ നിലനിൽക്കുകയാണ്. നാളെയാണ് ചെങ്കൊടി മധുരയിൽ ഉയരുന്നത്.